SSC, റെയിൽവേ തുടങ്ങിയ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും റീസണിങ്ങിൽ നിന്ന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ടോപ്പിക്കാണ് കോഡിംഗ്, ഡീകോഡിംഗ്, ലെറ്റർ സീരീസ്, അനോളജി, ക്ലാസിഫിക്കേഷൻ. എന്നാൽ മിക്ക ആൾക്കാരും ഒരുപാട് ടൈം എടുക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവുന്നതോ ഈ ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് ഓർത്തിരിക്കാത്തതാണ്, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ 26 ലെറ്റേഴ്സിൻ്റെയും പ്ലേസ് വാല്യൂസ് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാമെന്ന് ഡിസ്കസ് ചെയ്യും. സോ എന്താണ് പ്ലേസ് വാല്യൂ ഓഫ് എൻ ആൽഫബറ്റ്? സോ 26 ലെറ്റേഴ്സ് ഉള്ള നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ ലെറ്ററായ എക്ക് 1, രണ്ടാമത്തെ ലെറ്ററായ ബിക്ക് 2 തുടങ്ങി 26ാമത്തെ ലെറ്ററായ ഇസഡിന് 26 നമ്മൾ കൊടുക്കും. ഇനി ഓരോ ലെറ്റേഴ്സിൻ്റെയും പ്ലേസ് വാല്യൂസ് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ നമുക്ക് നോക്കാം. ആൻഡ് ഐ പ്രോമിസ് ആഫ്റ്റർ ദിസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും 26 ലെറ്റേഴ്സിൻ്റെയും പ്ലേസ് വാല്യൂസ് ഈസി ആയിട്ട് എന്നും ഓർക്കാൻ പറ്റും. സോ നമ്മളിനി എല്ലാ ലെറ്റേഴ്സും എടുക്കുമ്പോൾ A1, B2, C3 ആദ്യത്തെ 3 ലെറ്റേഴ്സാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ. അത് ഓർക്കാൻ ഒരു ട്രിക്കും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് Y25, Z26 അവസാനത്തെ 2 ലെറ്റേഴ്സ്. അത് ഓർക്കാനും നമുക്ക് ഒരു ട്രിക്കിൻ്റെയും ആവശ്യമില്ല. ഇനി നമ്മൾ D എടുക്കുമ്പോൾ ഡിയുടെ പ്ലേസ് വാല്യൂ 4 ആണ്. അത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, D4 ഡാൻസ്. യെസ്, അത് തന്നെയാണ് ഇതിൻ്റെ കോഡ്. D എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ E ആണ്. ഇയുടെ പ്ലേസ് വാല്യൂ 5 ആണ്. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? സോ നമുക്കറിയാം പാരീസിലുള്ള ഈഫൽ ടവർ. ഇനി മുതൽ നമുക്ക് E5 ടവർ ആണ്. സോ ഇയുടെ പ്ലേസ് വാല്യൂ എന്താണ്? 5 ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് F ആണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ ആയിക്കോട്ടെ 6ഉം. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? സോ ഫിക്സ് 6 എന്ന് പറയുന്ന റൈമിംഗ് വേർഡ്സിലൂടെ നമുക്ക് ഫിക്സ് 6 ആണെന്ന് പറയാം. അത് മാത്രമല്ല നമുക്കറിയാം 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ള. സോ F6 ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിലും F നമ്മൾ എഴുതുമ്പോൾ മുകൾ ഭാഗം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു 6 കാണാൻ സാധിക്കും. സോ ആ രീതിയിലും നമുക്ക് എന്ത് പറയാം? Fന്റെ പ്ലേസ് വാല്യൂ 6 ആണെന്ന് പറയാം. ഇനി F6 ആയതുകൊണ്ട് തന്നെ അടുത്ത ലെറ്റർ ഞാൻ P പറയുകയാണ്. സോ പിയിൽ ഓൾറെഡി നമുക്കൊരു 6 കാണാൻ സാധിക്കും. കുറച്ച് തല തിരിഞ്ഞിട്ടാണ്, എങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിയുടെ പ്ലേസ് വാല്യൂ എന്താണ്? 16 ആണ്. അതല്ലെങ്കിൽ 16 എന്ന് നമുക്ക് കണക്ട് ചെയ്തൂടെ? P 16. അതുകൊണ്ട് പിയുടെ പ്ലേസ് വാല്യൂ എന്താണ്? 16 ആണ്. ഇനി നെക്സ്റ്റ് ലെറ്റർ G ആണ്. ജിയുടെ പ്ലേസ് വാല്യൂ 7 ആണ്. നമുക്ക് എങ്ങനെ അത് ഓർത്തിരിക്കാം? സോ G നമ്മൾ എഴുതുമ്പോൾ അതിനകത്തൊരു 7 നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജിയുടെ പ്ലേസ് വാല്യൂ 7 ആണ്. അല്ലെങ്കിൽ G7 സമ്മിറ്റ് എന്ന് ഓർത്താൽ മതി. 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. G7 ആയതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത ലെറ്റർ Qനെ കൊണ്ടുവരാം. സോ Q എഴുതുമ്പോൾ Qനകത്തും നമുക്കൊരു 7 കാണാൻ സാധിക്കില്ലേ? യെസ്, കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ Qയുടെ പ്ലേസ് വാല്യൂ 17 എന്ന് കൊടുക്കാം. അത് മാത്രമല്ല Q7 തിന്നർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്, റൈറ്റ്? ആ രീതിയിലും Qന്റെ പ്ലേസ് വാല്യൂ 17 ആണ്. നമുക്ക് ഓർത്തെടുക്കാം വളരെ ഈസിയായി. അടുത്ത ലെറ്റർ H8 ആണ്, റൈറ്റ്? H എങ്ങനെയാണ് 8 ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക? സോ H നമ്മൾ എഴുതുമ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Hനകത്ത് ഒരു 8നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ H എന്താണ്? 8 ആണ്. അല്ലെങ്കിൽ ഹൈറ്റ് 8 എന്ന് ഓർത്താലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ H8 ആണെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. അടുത്ത ലെറ്റർ R ആണ്. Rന്റെ പ്ലേസ് വാല്യൂ 18 ആണ്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? സോ Rന്റെ താഴ്ഭാഗം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ Rനകത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു 8നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Rന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 18 ആണ്. R 18 ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള പ്രായം 18 ആണ്. സോ ആ രീതിയിലും Rന്റെ പ്ലേസ് വാല്യൂ 18 ആണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ലെറ്റർ I 9 ആണ്. ഐയുടെ പ്ലേസ് വാല്യൂ നമുക്ക് എങ്ങനെ 9 ആയിട്ട് ഓർത്തു വയ്ക്കാം? സ്മോൾ ലെറ്റർ I നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ സാധനം ലെഫ്റ്റിലോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു 9 കാണാൻ സാധിക്കുന്നില്ലേ? റൈറ്റ്. അതുകൊണ്ട് തന്നെ ഐയുടെ പ്ലേസ് വാല്യൂ 9 ആണ്. അത് മാത്രമല്ല ഹിന്ദിയിൽ നമ്മൾ 9നെ പറയുന്നത് നൗ എന്നാണ്, റൈറ്റ്? അപ്പം നമ്മൾ യൂഷ്വലി ഒരു കോൺവെർസേഷനിൽ പറയാനുണ്ട് ഐ നോ എന്ന്. യെസ്, ഐ നോ, ഐ 9 തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ലെറ്റർ കൊണ്ടുവരാം. S19 ആണ് എസിൻ്റെ പ്ലേസ് വാല്യൂ. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഹിന്ദിയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ 19നെ നമ്മുടെ ഹിന്ദിയിൽ പറയുന്നത് ഉന്നീസ് എന്നാണ്, റൈറ്റ്? ഉന്നീസ് എൻഡ് ചെയ്യുന്നത് ഏത് സൗണ്ടിലാണ്? എസ് സൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ എസ് നമുക്ക് 19 ആയിട്ട് പറയാൻ സാധിക്കും.
എസ്സിന് അത് മാത്രമല്ല, എസ്സിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എസ്സിനകത്ത് നമുക്ക് ഒരു 9 കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ S19 നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത ലെറ്റർ ജെ ആണ്. ജെൻ്റെ പ്ലേസ് വാല്യൂ 10 ആണ്. അപ്പം നമ്മൾ ജിയോ നമുക്കറിയാം റെവല്യൂഷണറി ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ ആണ് അല്ലേ. അപ്പോൾ ജിയോ എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് ഏകദേശം ഏത് രീതിയിൽ നമുക്കതിന് വായിക്കാൻ പറ്റും? J10 എന്ന് വായിക്കാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ ജെയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. അത് മാത്രമല്ല ജ്യേഷ്ഠൻ എന്ന് ആലോചിച്ചാലും ജെയുടെ പ്ലേസ് വാല്യൂ 10 ആണ് നമുക്ക് ഓർത്തിരിക്കാം. അടുത്ത ലെറ്റർ കെ ആണ്. കെയുടെ പ്ലേസ് വാല്യൂ 11 ആണ്. റൈറ്റ്. അപ്പോൾ K11 നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും? IPL-ലെ കിങ്സ് 11 പഞ്ചാബിനെ ഒന്ന് വിളിച്ചാൽ പോരെ? അതെ, K11 തന്നെയാണ്. അത് മാത്രമല്ല കെയുടെ ഈ 2 ലൈൻസ് ഉണ്ടല്ലോ, അവരെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 1 ആയിട്ട് കാണാൻ സാധിക്കും. K11 ആണ്. അടുത്ത ലെറ്റർ L ആണ്. എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12 ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സോ L നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം 2 വരകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ 2 വരകളായതുകൊണ്ട് തന്നെ എല്ലിന് നമുക്ക് 12 എന്ന് വിളിക്കാം. സോ എല്ലിൻ്റെ പ്ലേസ് വാല്യൂ എന്താവും? 12 ആവും. സോ L 12 ആയതുകൊണ്ട് നമുക്ക് അടുത്ത ലെറ്റർ V കൊണ്ടുവരാം. വിയിലും 2 വരകളാണ്, അല്ലെങ്കിൽ ഒരു വിക്ടറിയാണ്. സോ V22 ആവും. അടുത്ത ലെറ്റർ M13. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? വളരെ ഈസി ആയിട്ടുള്ള കാര്യം. M നമ്മൾ എഴുതുമ്പോൾ എമ്മിനകത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? 3 കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, അത് തന്നെയാണ്. എമ്മിനകത്തൊരു 3 ഉണ്ട്, ബട്ട് ഓൾറെഡി C 3 ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ എമ്മിന് നമുക്ക് 13 കൊടുക്കാം. M13 ആയതുകൊണ്ട് അടുത്ത ലെറ്റർ W തന്നെ വിളിക്കാം. W-ൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു 3 കാണാൻ സാധിക്കും. യെസ്, C 3 ആണ്, M13 ആണ്. 23 ആരായേ പറ്റൂ? W ആയേ പറ്റൂ. സോ Wയുടെ പ്ലേസ് വാല്യൂ 23 ആണ്. അടുത്ത ലെറ്റർ N ആണ്. N-ന്റെ പ്ലേസ് വാല്യൂ 14 ആണ്. നമുക്ക് ഏത് രീതിയിൽ ഓർത്ത് വയ്ക്കും? യെസ്, ചിൽഡ്രൻസ് ഡേ, November 14. അത് തന്നെ പോരെ? യെസ്. സോ N 14 ആണ്. അത് മാത്രമല്ല റോമൻ ലെറ്ററിൽ നമ്മൾ 4 എഴുതുമ്പോൾ അത് ഏകദേശം ഇവിടെ ഭാഗം ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു N-നെ കാണാൻ സാധിക്കും. ആ രീതിയിലും N-ന്റെ പ്ലേസ് വാല്യൂ 14 ആണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത ലെറ്റർ O ആണ്. O-ന്റെ പ്ലേസ് വാല്യൂ 15 ആണ്. ഇനി അതൊന്ന് ചേർത്ത് വായിച്ചേ. സോ November 14 N കൊണ്ടുപോയെങ്കിൽ August 15 ആര് കൊണ്ടുപോട്ടെ? O കൊണ്ടുപോട്ടെ. യെസ്, O-ന്റെ പ്ലേസ് വാല്യൂ 15 ആണ്. ഇനി നെക്സ്റ്റ് ലെറ്റർ T ആണ്. T20 മാച്ച്. അതെ, T-യുടെ പ്ലേസ് വാല്യൂ 20. നെക്സ്റ്റ് ലെറ്റർ U, പ്ലേസ് വാല്യൂ 21 ആണ്. എല്ലാ ഗെയിംസിലും അണ്ടർ 21 മാച്ചസ് നടക്കാറുണ്ട്. സോ U21 എന്ന രീതിയിൽ നമുക്ക് യുവിൻ്റെ പ്ലേസ് വാല്യൂ 21 ആണെന്ന് നോക്കാം. നെക്സ്റ്റ് ലെറ്റർ X, പ്ലേസ് വാല്യൂ 24 ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എക്സിൻ്റെ നമ്പർ 24 ആണ്. സോ ഹോസ്പിറ്റൽസിൽ എക്സ്റേ 24 hours അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സിൻ്റെ പ്ലേസ് വാല്യൂ 24 ആണ്. ഇപ്പോൾ 26 ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടോ? ഏതൊരു ലെറ്റർ എടുത്തേ, നമ്പർ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കോഡുകളുണ്ട് ലെറ്റേഴ്സിനെ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള റിലേറ്റഡ് കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. താങ്ക് യു സോ മച്ച്.